സ്ത്രീകൾ മാത്രം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്ന ഒരു കാര്യമാണ്, പെണ്ണാണ് നീ താഴ്ന്നു കൊടുക്കണം, എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം. അത് ചെറുപ്പത്തിൽ തുടങ്ങി വിവാഹം കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്നത്. നമ്മുടെ സൊസൈറ്റി സ്ത്രീകളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ എപ്പോഴും സ്ത്രീകൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കുടുംബത്തിന്റെ നെടുന്തൂണ് എന്ന് പറയുന്നത് സ്ത്രീയാണ്. കുട്ടികളുടെ കാര്യം നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഒരു പ്രശ്നം വന്നാൽ കുടുംബത്തിലെ എല്ലാ കാര്യവും പരിഹരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവളുടെ മാനസികാരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ സാധാരണയാണ്, നീ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ വിട്ടുകള എന്ന് പറഞ്ഞ് എപ്പോഴും തള്ളിക്കളയാണ് പതിവ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്ത്രീകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി തന്നെ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. കാര്യങ്ങളെല്ലാം കഴിവിട്ട് പോകുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കൗൺസിലറെ കാണാനായിട്ട് ഒരിക്കലും ഒരു മടി കാണിക്കരുത്. കാരണം നമ്മളൊരു പനി വരുമ്പോൾ ഡോക്ടറെ കണ്ട് അതിനുവേണ്ടി മരുന്ന് വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ ശാരീരിക അസുഖത്തിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആരോഗ്യത്തിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കുറവ് സംഭവിക്കുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ടെന്നോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കണ്ടെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ മാനസികാരോഗ്യമാണ് ആ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മൾ സന്തോഷമായാലേ നമ്മുടെ ഫാമിലിക്കും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ.